പശ്ചിമേഷ്യയിലെ വിഷയം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇങ്ങനെ ചർച്ചകൾ പലതരത്തിൽ പുരോഗമിക്കുകയാണ്. അബ്ബാസ് അറാക്ചി പാകിസ്ഥാനിലെത്തി തൻ്റെ വിവരങ്ങൾ കൈമാറിയ ശേഷം പിന്നീട് റഷ്യയിലേക്ക് പോയി. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടവരുമായൊക്കെ ചർച്ച നടത്തി. സംഗതി ഒരു നടയ്ക്ക് അങ്ങനെ തീർക്കാൻ, അതും ട്രംപിൻ്റെ കണ്ടീഷനിൽ തീർക്കാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന സൂചന. എന്ന് മാത്രമല്ല, ഹോർമുസ് കൺട്രോൾ ചെയ്യുന്നതിന് സൈനിക ഏർപ്പാടുകൾ എങ്ങനെയാണ് എന്ന് രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു പുതിയ നിയമം ഇറാൻ പാർലമെൻറ്റ് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. തുറന്നു കിടന്ന, യാതൊരു തടസ്സവുമില്ലാതെ കിടന്ന ഹോർമുസ് തുറക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള ചർച്ച എന്നുള്ളത് ഓർക്കണം. ഞാൻ പറയാമെന്നത് ഇതല്ല. ജർമ്മൻ ചാൻസലർ മെർസ് ഇന്ന് ബെർലിനിൽ മീഡിയ പേഴ്സൺസിനെ അഭിസംബോധന ചെയ്തപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, ഒരിക്കൽ കൂടി അമേരിക്ക തോറ്റമ്പി. ഒരിക്കൽ കൂടി അമേരിക്ക തങ്ങളുടെ പരിപാടികൾ നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൽ പരാജയപ്പെട്ടു അനാവശ്യമായ ഇടപെടലുകളിലൂടെ. ഇത് മൂന്നാമത്തെ തുടർച്ചയായ തോൽവിയാണ് അമേരിക്ക ഏറ്റുവാങ്ങുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷത്തോളം പണിയെടുത്ത് തോറ്റ് അവസാനം പിന്മാറി. ഇറാഖിലും സമാനമായി പരാജയപ്പെട്ടു. ഇപ്പോഴേ ഇറാനിലും പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇറാന് വളരെ കൃത്യമായ ഒരു മേൽക്കൈ നേടുകയും ചെയ്തു. ദ പ്രോബ്ലം വിത്ത് കോൺഫ്ലിക്ട്സ് ലൈക്ക് ദിസ് ഈസ് ഓൾവേസ് യു ഡോണ്ട് ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് ഇൻ, you have to get out again. We saw that very painfully in Afghanistan for 20 years. We saw it in Iraq. അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സംഗതിയിലേക്ക് എടുത്ത് ചാടലിനേക്കാൾ പ്രധാനമാണ് ആ എടുത്ത് ചാടുന്ന സംഗതിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളത്. ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്ന കള്ളൻ ആദ്യം ചെയ്യുന്നത് രക്ഷപ്പെടാനുള്ള വാതിലുകൾ തുറന്നിടുകയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമാനമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. വേറൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമിക്കാൻ പോകുന്നത് വളരെ മിടുക്കായിട്ടൊക്കെ തോന്നുമെങ്കിലും തിരിച്ചിറങ്ങാൻ പറ്റില്ല. മറ്റേ തടിയടയ്ക്ക് മണി വീണ അവസ്ഥയിൽ ആയി പോകുമെന്നാണ് പുള്ളി പറഞ്ഞത്. ക്ലിയർലി സ്ട്രോങ്ങർ ദാൻ വൺ തോട്ട്. അദ്ദേഹം പറഞ്ഞത്, ഇറാനിയൻ ഒഫീഷ്യൽസ് വെയർ ഒബ്വിയസ്ലി നെഗോഷിയേറ്റിംഗ് വെരി സ്കിൽഫുള്ളി ആൻഡ് അപ്പിയർഡ് ക്ലിയർലി സ്ട്രോങ്ങർ ദാൻ വൺ തോട്ട്. ആൻ എൻറ്റയർ നേഷൻ ഈസ് ബീയിങ് ഹ്യൂമിലേറ്റഡ് ബൈ ദ ഇറാനിയൻ ലീഡർഷിപ്പ്, പർട്ടിക്കുലർലി ബൈ ദ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ്. അതായത് അവരുടെ നിലപാട് വളരെ കൃത്യമായി, വളരെ തന്ത്രപരമായി, വളരെ ആർട്ടിക്കുലേറ്റീവായി, നമ്മളെല്ലാവരും വിചാരിക്കുന്നതിനേക്കാൾ അതിശക്തമായി അവതരിപ്പിക്കാനും ആ ശക്തി നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അവരുടെ മുഴുവൻ രാജ്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമായി ഈ വിഷയത്തെ മാറ്റിയെടുക്കുകയും ഒറ്റക്കെട്ടായി ഉറച്ച് അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാണ് ജർമ്മനി പറഞ്ഞത്. ഏത് ജർമ്മനിയാ? സാധാരണ അമേരിക്ക ഇങ്ങനെ ആക്കുമ്പം അങ്ങനെ വളഞ്ഞു പോകുന്ന ജർമ്മനിയാണ് ഈ നിലപാട് പറഞ്ഞത്. വളരെ കൃത്യമായി ഇതിൽ ഇറാൻ മേൽക്കൈ നേടിയത്രേ. ഇപ്പോൾ അളിയൻ ഊരാൻ വയ്യാതെ കിടന്ന് പെടാപ്പാട് പെടുകയാണ് എന്നാണ് പറയുന്നത്. ഓരോ സംഗതിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. എന്താ സ്ഥിതി, എന്താ അവസ്ഥ.